നാഴികയ്ക്ക് 40 വട്ടം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ബി.ജെ.പി ഇത്തവണ ശരിക്കും വിട്ടു. പപ്പു ബി.ജെ.പിയുടെ ഐശ്വര്യമെന്നായിരുന്നു 10 വർഷത്തോളം ബി.ജെ.പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത്. രാഹുലിന്റെ ഗൗരവപ്പെട്ട വിമർശനങ്ങൾ പലതും ബി.ജെ.പി പരിഹസിച്ച് തള്ളിയിരുന്നു. ഒടുവിൽ അതേ കാരണങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ യു.പിയിലെ അടക്കം തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. കോൺഗ്രസിനെതിരെയുള്ള ബി.ജെ.പിയുടെ വിമർശനങ്ങൾക്ക് പലപ്പോഴും ഗാന്ധി കുടുംബത്തെയായിരുന്നു ബി.ജെ.പി ലക്ഷ്യമിട്ടത്. ഇനി അതൊക്കെ പഴങ്കഥയാണ്. 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന്. ഇരുവരുടെയും മികവുറ്റ പ്രചരണം കോൺഗ്രസിനെ സഹായിച്ചുവെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കോൺഗ്രസ് കാറ്റിൽ പറത്തി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇവിടെ ഗുണം ചെയ്തുവെന്ന് തന്നെ പറയാം. ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്താകെ ചലനമുണ്ടാക്കാനും രാഹുൽ നേതാവാണെന്ന് തെളിയിക്കാനും സാധിച്ചു. പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് വിജയമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, TV ചാനലുകളിൽ മാത്രം ജനങ്ങൾ കണ്ടിരുന്ന രാഹുലിനെ നേരിട്ട് കാണാനും അടുത്തറിയാനും പലർക്കും സാധിച്ചിട്ടുണ്ട്. ബി.ജെ.പി രാഹുലിനെ കുറിച്ചുണ്ടാക്കിയെടുത്ത ഇമേജുകൾ പൊളിക്കാനും ഇതോടെ രാഹുലിന് കഴിഞ്ഞു. ജനങ്ങളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്നു. രാഹുലിനെ കുറിച്ചുള്ള പോസിറ്റീവായ ജനാഭിപ്രായവും ഇതോടെ വരാൻ തുടങ്ങിയിരുന്നു. അതുവരെ രാജ്യം അത്തരത്തിലൊരു രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടേയില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും. ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രിയങ്കയെ നിരവധി പേർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിരവധി പേർ മത്സരിക്കാതിരുന്നതിനെ ചോദ്യം ചെയ്തിരുന്നു. അത് ബോധപൂർവം എടുത്ത തീരുമാനമാണെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി. രാഹുലിനൊപ്പം പ്രിയങ്കയും മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി പ്രചരണം ഒതുങ്ങിപ്പോകുമായിരുന്നു. മത്സരിക്കാതിരുന്നതുകൊണ്ട് എല്ലാ വേദികളിലും പ്രചരണത്തിനെത്താനും സാധിക്കുമെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി. അതേസമയം പ്രിയങ്കയുടെ നീക്കം തിരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൈവരിച്ചത്. രാജ്യത്താകെ രാഹുൽ പ്രചരണം നടത്തിയപ്പോൾ പ്രിയങ്ക റായ്ബറേലിയുടെയും അമേഠിയുടെയും പ്രചരണ ചുമതലകൾ ഏറ്റെടുത്തു. രണ്ടിടത്തും വമ്പൻ വിജയമാണ് കോൺഗ്രസ് നേടിയത്. പ്രിയങ്കയായിരുന്നു യു.പിയുടെ കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രം. ജനകീയ സഭകൾ ചേർന്ന് കോൺഗ്രസിന്റെ നയങ്ങൾ വിശദീകരിച്ച് പ്രിയങ്ക താരമായി മാറുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് യു.പിയിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത്. മികച്ച പ്രാസംഗികയായും പ്രിയങ്ക മാറിയിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ബന്ധിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് പ്രിയങ്കയിൽ നിന്നുണ്ടായത്. മോദിക്ക് പ്രിയങ്ക നൽകിയ മറുപടികളെല്ലാം പലപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്കയ്ക്കും രാഹുൽ ക്രെഡിറ്റ് നൽകിയിരുന്നു. ഹാട്രിക് വിജയം ആഘോഷമാക്കുമ്പോഴും തനിച്ച് ഭൂരിപക്ഷമില്ലെന്നത് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. 2019 303 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചത്. 2014 തനിച്ച് 282 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ആകെ ലഭിച്ചത് വെറും 240 സീറ്റുകൾ. ഇതോടെ ഭരിക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ബി.ജെ.പിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. NDAയിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയ തെലുങ്കുദേശം പാർട്ടിയുടെയും നിതീഷ് കുമാറിന്റെയും JDUവിന്റെയും നിലപാട് ഈ ഘട്ടത്തിൽ നിർണായകമാകും. ഇരു പാർട്ടികൾക്കും ചേർന്ന് 28 സീറ്റാണുള്ളത്. ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇരുവരുടെയും പിന്തുണ തേടി അമിത്ഷായും എത്തിയിരുന്നു. അതേസമയം സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ സഖ്യവും തേടുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യവും ഇരു പാർട്ടികളെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവായ ശരത് പവാർ ഇരുവരുമായും ചർച്ച നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ TDPയെയും JDUവിനെയും കൂടെ നിർത്താനുള്ള തീവ്ര ശ്രമങ്ങളാണ് NDA നടത്തുന്നത്. NDAയ്ക്കൊപ്പം ഉറച്ച് നിൽക്കുമെന്നാണ് TDP നേതൃത്വം വ്യക്തമാക്കിയത്. എന്നാൽ സ്പീക്കർ പദവിയടക്കം നൽകണമെന്ന ആവശ്യത്തിലാണ് പാർട്ടി.